അധ്യായം 20. 20-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 48. 20-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. എവിടം മുതൽ എവിടം വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനുമാണ് ഇറങ്ങിത്തിരിച്ചത്? ദാൻ മുതൽ ബേർഷബ വരെ. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം ചേർന്നത് ആര്? ഗിലെയാദ് ദേശക്കാർ. ദാൻ മുതൽ ബേർഷബ വരെയുള്ളവരും ഗിലെയാദ് ദേശക്കാരും ഏക മനസ്സോടെ ഒരുമിച്ച് കൂടിയത് എവിടെ? മിസ്പായിൽ, കർത്താവിൻ്റെ മുൻപിൽ. 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായത് ആരെല്ലാം? ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത്? ദൈവജനത്തിൻ്റെ സഭയിൽ. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട എത്ര പേർ അടങ്ങിയതായിരുന്നു? 4,00,000 പേർ. 4,00,000 പേരടങ്ങിയ കാലാൾപ്പട ഏതായിരുന്നു? ഖഡ്ഗധാരികളുടെ കാലാൾപ്പട. ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് എന്ത്? ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന്. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് കേട്ടത് ആര്? ബെഞ്ചമിൻ ഗോത്രക്കാർ. 20-4 ഇസ്രായേൽ ജനത്തോട് മറുപടി പറയുന്നത് ആര്? കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ. ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ എവിടെ താമസിക്കാൻ ചെന്നു എന്നാണ് ലേവ്യൻ പറയുന്നത്? ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബെയായിൽ. ഗിബെയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി എന്തു ചെയ്തു എന്നാണ് ലേവ്യൻ പറയുന്നത്? എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. ഉപനാരിയെ താൻ എന്തു ചെയ്തതായാണ് 20-6 ലേവ്യൻ പറയുന്നത്? അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. എന്താണ് ഗിബെയാക്കാർ കാണിച്ചിരിക്കുന്നത് എന്നാണ് 20-6 പറയുന്നത്? അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. 20-ാം അധ്യായം 7-ാം വാക്യം എഴുതുക. അതുകൊണ്ട് ഇസ്രായേല്യരെ, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം?